ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പേൾസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പേൾസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. അല്ലാതെ വേറെ ഫ്ലവറോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ അങ്ങനെ അതൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും ജ്വല്ലറി മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഡിസൈനിങ് നമ്മളിപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്ന വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ എല്ലാതും മിക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും ഒരേപോലെ വരുന്ന വീഡിയോസുകളാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ആദ്യം വൈറ്റ് പേൾ, വലിയ പേളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ചെറിയ പേൾ എടുത്തിട്ടുണ്ട് വൈറ്റ് തന്നെ. പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ, അതിൽ ഒരു റെയിൻബോ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഇപ്പോൾ കാണിച്ച ഈ ഒരു ഫ്ലവർ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ ബീഡിനെയാണ് നമ്മൾ ആ ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു കോപ്പർ വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിൽവർ കളറിലുള്ള കോപ്പർ വയറാണ്. 0.3 mm ആണ് കേട്ടോ ഇങ്ങനത്തെ കോപ്പർ വയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഫ്ലവറൊക്കെ മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു കമ്പി. ഞാൻ സാധാരണ അതാണ് കേട്ടോ ഹെയർ ബാൻഡിന് യൂസ് ചെയ്യുന്നത്. നല്ല കമ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ 0.3 mm കോപ്പർ വയറിൽ ഒരു 6 വൈറ്റ് പേൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം നീക്കിയിട്ടാണ് ഞാൻ ആ പേൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്ന് പിടിച്ച് 2 കമ്പികൾ തമ്മിലൊന്ന് നന്നായി ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടി കൊടുക്കുന്നത് പോലെ നമ്മൾ ജസ്റ്റ് പിരിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനൊരു റൗണ്ട് ഷേപ്പാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു താഴ്ഭാഗത്തേക്ക് വരുന്ന കമ്പിയിലേക്ക് നമുക്കൊരു പേളിട്ട് കൊടുക്കുക. അതിന് ശേഷം അതിനെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം കാണുന്ന ആ ഒരു ബീഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ മടക്കി വെച്ചിട്ട് അതിൻ്റെ അരികത്തായിട്ട് വരുന്ന ആ ഒരു ബീഡിൻ്റെ അകത്ത് കൂടെ ഒന്ന് കടത്തി ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നന്നായി വലിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ അങ്ങനെ ടൈറ്റായി നിന്നോളൂ കേട്ടോ. പിന്നെ അത് വിട്ടുപോരൊന്നുമില്ല. കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വിട്ടുപോരൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ. ഇതന്നെ ആണ് നമ്മൾ ആ ഒരു ഫ്ലവർ മേക്കിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം 6 ബീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഇതേപോലെ 2 കമ്പികൾ തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ടൈറ്റ് ആവാനായിട്ട് തന്നെ നോക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കതൊരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കതിലോട്ട് താഴ്ഭാഗത്തൂടെ ആ ഒരു നീണ്ടു നിൽക്കുന്ന കമ്പിയിലായിട്ട് ഒരു പേളും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് സെൻറ്ററിലേക്ക് വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതൊരു കമ്പിയുടെ ഭാഗത്തേക്കായിട്ടാവും നമുക്ക് ആ ഒരു കമ്പി വരിക. അതിന് ശേഷം നമുക്ക് ആ ഒരു വരുന്ന ഭാഗത്ത് തൊട്ടടുത്ത് കാണുന്ന ബീഡിനകത്ത് കൂടെ ഒന്ന് കടത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് വിട്ടു പോരൊന്നുമില്ല, നമ്മൾ ഇനി വേറെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഉള്ള പേൾസ് മുഴുവൻ വെച്ചിട്ടൊന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ അവിടെ വലിയ പേൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഈ 0.3 mm കോപ്പർ വയറിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വലിയ പേൾ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ 2 സൈഡിലേക്കായിട്ട് ആ ഒരു കറുത്ത ബീഡ് വരുന്ന ആ ഒരു ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ, കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരു റെയിൻബോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിൽ. അപ്പോൾ അത് ഒന്ന് ആക്കി ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കുക. കമ്പി ഒന്നിങ്ങനെ മടക്കി പിടിച്ചിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ഞാനിത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നോക്കുക. വീണ്ടും ഇത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പറയണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ 2 സൈഡിലേക്ക് ഇതേപോലെ ബീഡ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടിയും കാണിക്കാം കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല എന്നുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ ആ വൈറ്റ് പേൾ വലിയ പേളിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മടക്കിയിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കറുപ്പ് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആ സെയിം കമ്പി തന്നെ എൻ്റെ വരുന്ന ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ മടക്കിയിട്ട് സെയിം ക്രിസ്റ്റൽ ബീഡിൻ്റെ ലെങ്ത്തിൽ തന്നെ നമ്മൾ മടക്കിയിട്ട് ഒന്ന്
പിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിന് ശേഷം 2 കമ്പികളും തമ്മിലൊന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം ഞാനെന്താ കുറച്ച് ബ്ലാക്ക് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതേപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ ചെയ്യാനായിട്ട്. അത് ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ഫ്ലവറും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് പേൾസ് വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ 6 ബീഡ്സാണ് ആദ്യം ഇട്ടിട്ട് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റൗണ്ടാക്കി എടുത്തത്. പക്ഷെ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് ചെയ്യുന്ന സമയത്ത് അത് ചെറിയ ബീഡായതുകൊണ്ട് ഒരു 7 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സെൻറ്ററിലേക്കുള്ള ബീഡ് വേറെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ അതിൽ 8 ബീഡ്സ് വന്നാലാണ് നമുക്ക് ഒരു ഫ്ലവറായിട്ട് കിട്ടണത്. ആദ്യം വൈറ്റ് ചെയ്ത സമയത്ത് നമുക്ക് 7 ബീഡ്സ് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ്, വേറെ ഒന്നും മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ ഫ്ലവറൊക്കെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. സെൻറ്ററിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ പേരൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഈ ഹെയർ വെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ആ ഒരു 2 ബീഡ്സ് വരുന്നതും ഫ്ലവർ ആയിട്ടുള്ളതും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ അതിൻ്റെ മീതേക്ക് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബ്ലാക്കും ചെയ്തെടുക്കാം. എല്ലാതും ഞാൻ ഒരേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ആ ഒരു സെറ്റിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഞാൻ ആ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഒക്കെ കമ്പി എന്ന് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഹെയർ വെയിൻ ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ കമ്പിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് മറ്റേത് യൂസ് ചെയ്തത് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടും. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇതുപോലത്തെയൊക്കെ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് ആക്കിയെടുക്കുന്ന വിധത്തിലുള്ള ഹെയർ വെയിൻസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എൻഡ് വരേക്ക് അത് പിരിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അതിൽ ബ്ലാക്ക് ഞാൻ 2 എണ്ണം വീതം ഒരെണ്ണം ആദ്യം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായി ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചിങ്ങനെ താഴ്ത്തിയിട്ട് വീണ്ടും അടുത്ത ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഹെയർ വെയിൻസിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ വേഗം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അടുത്തത് വെച്ചത്. അപ്പോൾ ഇത്തിരി കുറച്ചിങ്ങനെ അകലം വിട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് വൈറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ അടുത്ത സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് പകുതി ആയതിന് ശേഷം എനിക്ക് തോന്നിയത് സെൻറ്ററിൽ ഓരോ ബീഡും കൂടി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരുന്നേനെ കേട്ടോ. വൈറ്റ് വലിയ പേളെങ്ങാനും ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ 2 സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ബ്ലാക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
അതിന് ശേഷം ഞാൻ വീണ്ടും വൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് അധികം അതിൽ കൊടുത്തിട്ടില്ല, ഒരു 3-4 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബ്ലാക്ക് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ബ്ലാക്ക് മുടിയിൽ കാണുമോ എന്താണെന്നുള്ളത് അങ്ങനെ സംശയമുള്ള ആൾക്കാർക്ക് ഇതൊരു ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, റെയിൻബോ ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് നല്ല തിളക്കമുണ്ട് കേട്ടോ. ഹെയറിൽ വെച്ചാലും നല്ല തിളക്കത്തിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ വിധത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അധികം ലെങ്ത്തിലല്ല ചെയ്തിട്ടുള്ളത്, ലെങ്ത്ത് കുറവിൽ നമുക്ക് ബാക്ക് സൈഡിലെ മുടിയൊക്കെ വെറുതെ ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിധത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ അതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഫുള്ളായിട്ടും ചെയ്തത്. അതിന് ശേഷം ഞാൻ എന്താ എൻഡിൽ ആ എക്സ്ട്രാ നിന്നിരുന്ന കമ്പി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുൻപൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ വെയിൻസ് ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമാണ് നമുക്കൊരു എക്സ്ട്രാ നമ്മൾ വേറെ ആയിട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബീഡ്സ് വെച്ചിട്ട്. അപ്പോൾ അത് മാത്രമേ ഇത്തിരി ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ വെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ആ ഒരു കമ്പിയുടെ അവിടെ ഗ്യാപ്പിൽ ഓരോ ബീഡ്സും കൂടി വന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു, കുറച്ചും കൂടി ഭംഗി കൂടിയേനെ കേട്ടോ. അല്ലാതെ തന്നെ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.